സ്വന്തം മുഖം മറയ്ക്കാതിരിക്കാനുള്ള ധൈര്യം. നമ്മളിൽ പലരും ഒരു പൊയ്മുഖം ധരിച്ചാണ് ജീവിക്കുന്നത്. പുറത്ത് ചിരി, അകത്ത് ഭയം. പുറത്ത് ആത്മവിശ്വാസം, അകത്ത് ഒരു ചോദ്യം: ഞാൻ മതിയായ ഒരാളാണോ? നമ്മൾ മറച്ചുവെക്കുന്ന ചില ദൗർബല്യങ്ങൾ ഒരുപക്ഷെ മറ്റുള്ളവരുമായി നമ്മെ ഏറ്റവും ആഴത്തിൽ ബന്ധിപ്പിക്കുന്ന വാതിലായിരിക്കാം. ബേണി ബ്രൗൺ ഒരു ഗവേഷകയും എഴുത്തുകാരിയും പ്രഭാഷകയുമാണ്. മനുഷ്യബന്ധം, ഷെയിം, വൾനറബിലിറ്റി, കറേജ്, ബിലോങ്ങിങ് എന്നിവയെക്കുറിച്ചുള്ള വർഷങ്ങളായുള്ള ഗവേഷണത്തിൽ നിന്നാണ് അവരുടെ ആശയങ്ങൾ രൂപപ്പെട്ടത്. അവരുടെ പ്രശസ്തമായ ടെഡെക്സ് പ്രസംഗത്തിൻ്റെ പേര് ദ പവർ ഓഫ് വൾനറബിലിറ്റി. അവിടെയാണ് അവർ നമ്മോട് ഒരു അസാധാരണമായ ചോദ്യം ചോദിക്കുന്നത്: നമ്മുടെ ദൗർബല്യം യഥാർത്ഥത്തിൽ നമ്മുടെ ശക്തിയാകുമോ? നമ്മൾ ദുർബലരായി തോന്നാൻ ഇഷ്ടപ്പെടുന്നില്ല. എനിക്കറിയില്ല, എനിക്ക് സഹായം വേണം, എനിക്ക് പേടിയുണ്ട്, ഞാൻ പരാജയപ്പെട്ടു. ഇവ സമ്മതിക്കാൻ നമുക്ക് മടിയാണ്. കാരണം മറ്റുള്ളവരുടെ കണ്ണിൽ നമ്മുടെ വില കുറയുന്നത് നമ്മൾ ഭയപ്പെടുന്നു. അങ്ങനെ നമ്മൾ ഒരു കവചം ധരിക്കുന്നു. പക്ഷേ മനുഷ്യബന്ധത്തിൻ്റെ ഒരു വിചിത്രമായ സത്യമുണ്ട്. നമ്മൾ പൂർണ്ണരാണെന്ന് നടിക്കുമ്പോഴല്ല, നമ്മൾ യഥാർത്ഥരാകാൻ ധൈര്യപ്പെടുമ്പോഴാണ് ആഴത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാകുന്നത്. ബേണി ബ്രൗണിൻ്റെ ഗവേഷണത്തിൽ ലവ് ആൻഡ് ബിലോങ്ങിങ് അനുഭവിക്കുന്നവരിൽ തങ്ങൾ അതിന് അർഹരാണെന്ന ബോധം ഒരു പ്രധാന ഘടകമായി പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ വൾനറബിലിറ്റി എന്നത് എല്ലാവരോടും എല്ലാം തുറന്നു പറയുക എന്നല്ല, സ്വകാര്യത ഉപേക്ഷിക്കുകയുമല്ല, സ്വയം സംരക്ഷിക്കാതിരിക്കുക എന്നുമല്ല. അതിൻ്റെ അർത്ഥം മറ്റൊന്നാണ്. അനിശ്ചിതത്വം ഉണ്ടായിട്ടും ജീവിതത്തിൽ പൂർണ്ണമായി പങ്കെടുക്കാനുള്ള ധൈര്യം. പരാജയപ്പെടാം എന്നറിഞ്ഞിട്ടും ശ്രമിക്കുക. സ്നേഹിക്കുമ്പോൾ ഹൃദയം തുറക്കുക. സഹായം ആവശ്യമുള്ളപ്പോൾ അത് ചോദിക്കുക. നമ്മൾ എല്ലായ്പ്പോഴും ശക്തരല്ലെന്ന് സമ്മതിക്കുക. കാരണം വേദന ഒഴിവാക്കാൻ നമ്മെ തന്നെ പൂർണ്ണമായി അടച്ചുപൂട്ടുമ്പോൾ സന്തോഷവും സ്നേഹവും അനുഭവിക്കാനുള്ള ശേഷിയും നമുക്ക് നഷ്ടപ്പെടാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ അവസാനമായി ആരോടാണ് പറഞ്ഞത് എനിക്കറിയില്ല, എനിക്ക് സഹായം വേണം, അല്ലെങ്കിൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു? അതിൻ്റെ മറുപടി എന്തായിരിക്കും എന്ന് ഉറപ്പില്ലാത്തപ്പോഴും ജീവിതത്തിന് ഗ്യാരണ്ടിയില്ല, സ്നേഹത്തിന് ഗ്യാരണ്ടിയില്ല, സ്വപ്നങ്ങൾക്കും ഗ്യാരണ്ടിയില്ല. എങ്കിലും അനിശ്ചിതത്വം ഉണ്ടെന്ന കാരണത്താൽ ജീവിതത്തെ പുറത്തുനിന്ന് നോക്കി നിൽക്കാനാവില്ല. ഒരുപക്ഷെ യഥാർത്ഥ ധൈര്യം ഭയം ഇല്ലാതിരിക്കുക അല്ല, ഭയത്തോടൊപ്പം തന്നെ സ്വന്തം യഥാർത്ഥ മുഖവുമായി ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നതാണ്. പൂർണ്ണനാകേണ്ടതില്ല, മറ്റാരുടെയെങ്കിലും അംഗീകാരത്തിനായി മാറേണ്ടതില്ല. ഞാൻ എനിക്ക് മതിയാകുന്നു. നമ്മൾ മറച്ചുവെക്കുന്ന അപൂർണതകളാണ് പലപ്പോഴും നമ്മളെ കൂടുതൽ മനുഷ്യരാക്കി തീർക്കുന്നത്. സ്വന്തം യഥാർത്ഥ മുഖത്തെ ഭയക്കരുത്.